ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡാറ്റ സീരിയലൈസേഷൻ ആണ്. ഓക്കെ, ഡാറ്റ സീരിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെൻഡിങ് ഡാറ്റ 1 bit at a time through a single pin ഈസ് കോൾഡ് സീരിയലൈസേഷൻ. അതായത് ഇപ്പോൾ നമുക്കൊരു 8 bit ഡാറ്റ സെൻഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ആ ഡാറ്റ നമുക്ക് വേണമെങ്കിൽ സീരിയലായിട്ട് സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ പാരലലായിട്ട് സെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ പാരലലായിട്ട് സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ 8 bit ഡാറ്റ സെൻഡ് ചെയ്യണം. നമുക്ക് 8 വയർ യൂസ് ചെയ്യാം. ആ 8 വയർ കേബിൾസ് യൂസ് ചെയ്തിട്ട് ഓരോ ബിറ്റും അല്ലെങ്കിൽ ആ 8 ബിറ്റ് ഒരുമിച്ച് നമുക്ക് പാരലലായിട്ട് സെൻഡ് ചെയ്യാം. അത് ഒരു മെത്തേഡ്. പിന്നെ നമ്മൾ പാരലൽ ഡാറ്റ ട്രാൻസ്ഫർ എന്നാണ് പറയാം. അതിപ്പോൾ നമുക്കിങ്ങനെ ഇതുപോലെ 8 ബിറ്റാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വിചാരിച്ചു. അപ്പോൾ ആ 8 ബിറ്റിന് ഡാറ്റ നമുക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓരോ ബിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ കേബിൾ, ഇത് ഓരോ വയറാണെന്ന് വിചാരിച്ചോ, ഓരോ വയർ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് 8 ബിറ്റ് ഡാറ്റ ഒരുമിച്ചായിട്ട് സെൻഡ് ചെയ്യാം. അതിന് നമ്മൾ പാരലൽ ഡാറ്റ ട്രാൻസ്ഫർ എന്നാണ് പറയാം. ഓക്കെ, പാരലൽ. ഇനി സീരിയലായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡിനാണ് ഡാറ്റ സീരിയലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സീരിയലൈസേഷനിൽ നമുക്കിങ്ങനെ 8 ബിറ്റ് ഡാറ്റ ഇതുപോലെ തന്നെ ഉണ്ട്. ഓക്കെ, പക്ഷേ ആ 8 ബിറ്റ് ഡാറ്റ സെൻഡ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒരു സിംഗിൾ വയറേ ഉള്ളൂ, ഒറ്റ കേബിളേ ഉള്ളൂ. ഈ ഒരൊറ്റ കേബിൾ വഴി ഈ ഡാറ്റ സെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയാണ് സെൻഡ് ചെയ്യാൻ പറ്റുക. സെൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം ഈ ഫസ്റ്റ് ബിറ്റ് സെൻഡ് ചെയ്യാം, അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ബിറ്റ് സെൻഡ് ചെയ്യുക, അത് കഴിഞ്ഞ് അടുത്ത ബിറ്റ്, പിന്നെ അടുത്ത ബിറ്റ്, അങ്ങനെ 8 പ്രാവശ്യമായിട്ട് ഓരോ ബിറ്റായിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് സീരിയലൈസേഷൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് സീരിയലായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്നുകിൽ സീരിയൽ പോർട്ട് യൂസ് ചെയ്യാം. AVR മൈക്രോ കൺട്രോളറിനകത്ത് തന്നെ ബിൽട്ടിനായിട്ട് സീരിയൽ പോർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ സീരിയൽ പോർട്ട് ഉപയോഗിക്കാം. ഓക്കെ, പക്ഷേ ആ സീരിയൽ പോർട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്ത് ഓൾറെഡി കുറച്ച് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും. ഇനി അതല്ല, രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് തന്നെ പ്രോഗ്രാം എഴുതാം. യൂസർക്ക് തന്നെ പ്രോഗ്രാം എഴുതി സീരിയൽ പോർട്ടൊന്നും യൂസ് ചെയ്യാതെ യൂസർ തന്നെ പ്രോഗ്രാം എഴുതിയിട്ട് നമ്മൾ എന്താ പറയുക 1 by 1 ആയിട്ട് ഓരോ ബിറ്റ് ഡാറ്റാനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാമും നമുക്ക് സ്വന്തമായിട്ട് എഴുതാം. ഓക്കെ, അതാണ് രണ്ടാമത്തെ മെത്തേഡ്, യൂസർ ഡിഫൈൻഡ് പ്രോഗ്രാംസ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ യൂസർ ഡിഫൈൻഡ് പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് എങ്ങനെ സീരിയലായിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതൊരു എക്സാമ്പിൾ പ്രോഗ്രാമായിട്ട് തന്നെ എഴുതണം. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. റൈറ്റ് എൻ AVR C പ്രോഗ്രാം ടു സെൻഡ് ദ വാല്യൂ 55H ഹെക്സാഡെസിമലിൽ 55 എന്ന് പറഞ്ഞ നമ്പർ സീരിയലി ത്രൂ പിൻ D3. ആ D3 എന്ന് പറഞ്ഞ പിന്ന് വഴി പോർട്ട് സിയുടെ. അപ്പോൾ പോർട്ട് സിക്ക് നമുക്കറിയാം 8 പിന്നുകളുണ്ടാവും. ആ 8 പിന്നിൽ D3 എന്ന് പറഞ്ഞാൽ D0 എന്നാണ് പിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. D0 സ്റ്റാർട്ട് ചെയ്ത് D3 എന്ന് പറഞ്ഞ പിന്ന്. ഓക്കെ, അപ്പോൾ ആ D3 എന്ന് പറഞ്ഞ പിന്ന് വഴി നമ്മളൊരു കേബിൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 55 എന്ന് പറഞ്ഞ ഈ നമ്പറിനെ ഈ D3 എന്ന് പറഞ്ഞ പിന്ന് വഴി കണ്ടിന്യൂസ് ആയിട്ട് സെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടി നമ്മളോട് പ്രത്യേകം പറയുന്നുണ്ട്, ദ LSB ഷുഡ് ഗോ ഫസ്റ്റ്. അതായത് 55 എന്ന് പറഞ്ഞ നമ്പർ 8 ബിറ്റ് നമ്പറാണ് ഉണ്ടാവുക, അല്ലേ, 8 ബിറ്റ് ഡാറ്റ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിനെ റെപ്രസെൻ്റ് ചെയ്യാം ബൈനറിയിൽ. അപ്പോൾ 55 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ൻ്റെ ബൈനറി എന്ന് പറഞ്ഞാൽ 101, ഇതാണ് 5. അപ്പോൾ ഇത് ഒരു 5, 55ൻ്റെ ഒരു 5 ആണിത്. അതുപോലെ രണ്ടാമത്തെ 5 എന്ന് പറഞ്ഞാൽ 101 ആണ് 5ൻ്റെ ബൈനറി, ഇവിടെ 0. ഇതാണ് 55. ഓക്കെ, അപ്പോൾ ഈ 55 എന്ന് പറഞ്ഞ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യണം, D3 എന്ന് പറഞ്ഞ പിന്ന് ഉപയോഗിച്ചിട്ടാണ്, പോർട്ട് സിൻ്റെ പിന്ന് ഉപയോഗിച്ചിട്ടാണ് സെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് തന്നെയാണ് D3 എന്ന് പറഞ്ഞ പോർട്ട് എന്ന് വിചാരിച്ചോ. അപ്പോൾ ആ പോർട്ടിൻ്റെ അല്ലെങ്കിൽ ഇത് നമ്മുടെ ഡാറ്റയാണ്. ഇതേപോലെ ഒരു 8 ബിറ്റുള്ള ഒരു പോർട്ടായിരിക്കും D3 അല്ല പോർട്ട് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനിങ്ങനെ അതുപോലെ 8 പിന്നുകളുണ്ടാവും. അതിൽ ഇത് D0th പിന്നാണ്, ഇത് 1, ഇത് D2 പിന്ന്, ഇതാണ് D3 എന്ന് പറഞ്ഞ പിന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പിന്നിനെ നമ്മൾ ഔട്ട്പുട്ട് മോഡിലാക്കണം. ഈ ഒരു സിംഗിൾ പിന്നിനെ മാത്രം, ഈ D3 എന്ന് പറഞ്ഞ ആ സിംഗിൾ പിന്നിനെ ഔട്ട്പുട്ട് മോഡിലാക്കിയിട്ട് ഈ ഡാറ്റ ഉണ്ടല്ലോ 55 എന്ന് പറഞ്ഞ ഈ ഡാറ്റനെ ഈ പിന്ന് വഴിയാണ് സെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് എന്ന് വിചാരിച്ചാൽ, നമുക്ക് D3 വഴിയാണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ D3 പിന്നിനെ നമ്മൾ ഔട്ട്പുട്ട് മോഡിലാക്കുന്നു. അതിനുശേഷം ഇതാണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ട ഡാറ്റ, ഈ 55 എന്ന് പറഞ്ഞ ഡാറ്റയാണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ 55ൻ്റെ ബൈനറി എന്ന് പറഞ്ഞാൽ 01010101, ഇതാണ് 55. അപ്പോൾ നമ്മളോട് ഒരു കാര്യം കൂടി പറയേണ്ടത്, LSB ഷുഡ് ഗോ ഫസ്റ്റ്. അപ്പോൾ ഈ സൈഡാണ് LSB, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. ഇതാണ് MSB. അപ്പോൾ LSB ആണ് നമുക്ക് ആദ്യം സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ നമ്മളൊരു ഇഫ് എഴുതും.
ആ ഇഫ് ലൂപ്പിൽ നമ്മളിവിടെ കമ്പയർ ചെയ്യും. ഈ ലാസ്റ്റത്തെ ബിറ്റ് ഉണ്ടല്ലോ, ഈ ബിറ്റ് 1 ആണോ നോക്കും. ഓക്കെ, ഈ ബിറ്റ് 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പോർട്ടിൻ്റെ D3 എന്ന് പറഞ്ഞ പിന്നിലേക്ക് 1 റൈറ്റ് ചെയ്യും. അതായത് D3 എന്ന് പറഞ്ഞ പിന്ന് 1 ആക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ബിറ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ നമ്മളിവിടെ 1 റൈറ്റ് ചെയ്യും. സപ്പോസ് ഇവിടെ 0 ആയിരുന്നെങ്കിലോ നമ്മളിവിടേക്ക് 0 റൈറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ഇവിടെ 1 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡാറ്റ. ആ ഡാറ്റേൻ്റെ ലാസ്റ്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ആ ലാസ്റ്റ് ബിറ്റ് 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പോർട്ട് സിയിലെ D3യിലേക്ക് 1 റൈറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ബിറ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഈ ബിറ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞല്ലോ, അതിനുശേഷം നമ്മൾ ഈ ഡാറ്റേനെ ഒന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇത് പോയി. ഓക്കെ, ഈ ഡാറ്റ പോയി. ഇനി ഉള്ളത് ലാസ്റ്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ് ഉണ്ടാവുക. കാരണം ഒരു പ്രാവശ്യം നമ്മൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇത് മൊത്തമായിട്ട് അങ്ങോട്ടേക്ക് നീങ്ങും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പൊസിഷൻ ഗ്യാപ്പ് കിട്ടും. അവിടെ 0 ആണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഇത് അടുത്ത LSB എന്ന് പറഞ്ഞാൽ ഇതായിട്ട് മാറും. ഈ ബിറ്റ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇത് ഔട്ടായിപ്പോയി, ഇത് പുറത്തേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത LSB. അപ്പോൾ നമുക്ക് ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യും. ഈ LSB കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് 0 ആണ്. അപ്പോൾ അത് 0 ആയതുകൊണ്ട് നമ്മൾ ഇട്ട് ചെയ്യും, D3 പിന്നിലേക്ക് നമ്മൾ 0 റൈറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇതിനെ ഒന്നുകൂടി അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഔട്ടാവും. ഓക്കെ, പിന്നെ LSB എന്ന് പറഞ്ഞത് ഈ 1 ആയിട്ട് മാറും. ഇവിടെ നമുക്കൊരു ബിറ്റ് വേക്കൻറ്റ് വരും. ഇവിടെ നമ്മൾ 0 ഇടും. അടുത്തത് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെ 1 ആണ്. അപ്പോൾ നമ്മൾ D3യിലേക്ക് റൺ ചെയ്യും. അങ്ങനെ നമുക്ക് 8 ബിറ്റ് ഡാറ്റ ഉണ്ട്. അപ്പോൾ 8 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്യും. കമ്പയർ ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പ്രാവശ്യം ഓരോ ബിറ്റായിട്ട് നമുക്കിങ്ങനെ റൈറ്റ് ചെയ്യാം. റൈറ്റ് ചെയ്ത് ആ 8 പ്രാവശ്യം കംപ്ലീറ്റ് ആകുമ്പോൾ എന്താവും, ആ 8 ബിറ്റ് ഡാറ്റയെ നമുക്ക് സെൻഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഡാറ്റ സെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 0 ആണെങ്കിൽ നമ്മൾ D3 പിന്നിലേക്ക് 0 റൈറ്റ് ചെയ്യും. ഇവിടെ 1 ആണെങ്കിൽ D3 പിന്നിൽ നമ്മൾ 1 ആക്കും. അത്രയേ ഉള്ളൂ. അല്ലാതെ ഡാറ്റ ഇവിടുന്ന് എന്താ പറയുക കോപ്പി ചെയ്ത് അപ്പുറത്തേക്ക് പേസ്റ്റ് ചെയ്യാമെന്നല്ല. ആ കേബിളിൽ ആ പിന്നിന് നമ്മൾ ഓണും ഓഫും ആക്കും. അപ്പോൾ ഓൺ ആക്കുമ്പോൾ അവിടെ ബിറ്റ് 1 ആയിരിക്കും, ഓഫ് ആക്കുമ്പോൾ അവിടെ ബിറ്റ് 0 ആയിരിക്കും. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ സീരിയലായിട്ട് ഡാറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ പ്രോഗ്രാം എഴുതണം. നമുക്കൊരു ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒരു C പ്രൊജക്റ്റ് തന്നെ. അപ്പോൾ അതിനകത്ത് സീരിയലൈസേഷൻ പേര് കൊടുക്കാം. മൈക്രോ കൺട്രോളർ 80 മെഗാ 32. ഓക്കെ, ദെൻ നമുക്കിവിടെ ഹെഡിങ് ആയിട്ട് കൊടുക്കാം സീരിയലൈസേഷൻ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ, നമ്മുടെ എയിം ഇതാണ് പ്രോഗ്രാമിൻ്റെ. Write an AVR C program to send the value 55. Okay, write an AVR C program to send the value 55H. H എന്ന് പറഞ്ഞാൽ ഹെക്സാഡെസിമൽ, അല്ലെങ്കിൽ ഇവിടെ 0x55 എന്ന് എഴുതിയാലും സെയിം ആണ്. അപ്പോൾ 55H എന്ന് പറഞ്ഞാൽ ഹെക്സാഡെസിമലിൽ 55 എന്ന് പറഞ്ഞ നമ്പർ. ഓക്കെ, സീരിയലി ത്രൂ പിൻ D3 ഓഫ് പോർട്ട് C. പോർട്ട് സിയിലെ D3 വഴി സെൻഡ് ചെയ്യാം. പിന്നെ ദ LSB ഷുഡ് ഗോ ഫസ്റ്റ്. LSB ആണ് ആദ്യം സെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് ആദ്യം വേണ്ട ഡാറ്റകളൊക്കെ ഡിക്ലെയർ ചെയ്യാം. ഒന്നാമത്തത് ഈ ഒരു ഡാറ്റ, ഈ 85 എന്ന് പറഞ്ഞ നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വേരിയബിൾ വേണം. അപ്പോൾ നമുക്കതിനെ അൺസൈൻഡ് ക്യാരക്ടറായിട്ട് സ്റ്റോർ ചെയ്യാം. 8 ബിറ്റാണ്. അപ്പോൾ അൺസൈൻഡ് ക്യാരക്ടർ ഡാറ്റ ഈക്വൽ ടു ഹെക്സാഡെസിമലിൽ 55. ഓക്കെ, അപ്പോൾ 55 എന്ന് പറഞ്ഞാൽ ഡാറ്റ സ്റ്റോർ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കിതൊരു 8 പ്രാവശ്യമായിട്ട് സെൻഡ് ചെയ്യേണ്ടി വരും. കാരണം 8 ബിറ്റിനെ സെൻഡ് ചെയ്യാൻ ഒരു കേബിളേ നമ്മുടെ കയ്യിലുള്ളൂ. ഒരു പിന്ന് വഴിയാണ് സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ബിറ്റിനെ സെൻഡ് ചെയ്യുന്നു, പിന്നെ ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് 8 പ്രാവശ്യം നമുക്ക് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലൂപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ലൂപ്പിൻ്റെ കൗണ്ടറായിട്ട് ഒരു വേരിയബിളും കൂടി ഉണ്ടാക്കാം. അത് നമ്മൾ ഇൻറ്റീജറായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു വേണ്ട. ആ ലൂപ്പ് 8 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒരു അൺസൈൻഡ് ക്യാരക്ടർ ആണെങ്കിൽ 255 വരെ നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ലൂപ്പിൻ്റെ കൗണ്ടറായിട്ട് ഒരു ലൂപ്പ് കൗണ്ടറാണ് I എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഏത് പോർട്ടിലേക്കാണ് റൈറ്റ് ചെയ്യേണ്ടത്? പോർട്ട് സിയിലേക്കാണ് റൈറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ആ പോർട്ട് സിൻ്റെ D3 എന്ന് പറഞ്ഞാൽ ഈ 3ാമത്തെ പിന്ന് വഴിയാണ് ഡാറ്റ സെൻഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പോർട്ട് സിൻ്റെ ആ പിന്നിനെ എന്താക്കണം, ഔട്ട്പുട്ട് മോഡിലാക്കണം. ഓക്കെ, പോർട്ട് സിയുടെ ആ 3ാമത്തെ പിന്നിനെ ഔട്ട്പുട്ട് മോഡിലാക്കാം. അതും കൂടി ഇവിടെ ചെയ്ത് വെക്കാം. അതായത്
DDR C, പോർട്ട് സിൻ്റെ മൂന്നാമത്തെ പിൻ എന്നാണ് DDR Cൻ്റെ മൂന്നാമത്തെ പിൻ. DDR C equal to DDR C or 1 left shift 3. മൂന്നാമത്തെ പിൻ വഴിയാണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിതുവരെ നമ്മൾ പോർട്ടിന് ഔട്ട്പുട്ട് ആക്കാൻ നമ്മൾ എന്താ ചെയ്തത്? DDR C equal to 0xFF എന്ന് പറഞ്ഞു അല്ലേ, 0xFF. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? DDR Cൻ്റെ ഈ പോർട്ട് സിയുടെ എല്ലാ പിന്നും ഔട്ട്പുട്ട് മോഡിലായി. നമുക്ക് പോർട്ട് സിൻ്റെ എല്ലാ പിന്നും ഔട്ട്പുട്ട് മോഡിലാക്കണമെന്നില്ല, D3 എന്ന് പറഞ്ഞ പിന്നിനെ മാത്രം ഔട്ട്പുട്ട് മോഡിലാക്കിയാൽ മതി. അപ്പോൾ ആ D3 എന്ന് പറഞ്ഞ പിന്നിലേക്ക് മാത്രം 1 റൈറ്റ് ചെയ്യുക. FF എന്ന് പറഞ്ഞാൽ 8 1 ആണ്. ഈ DDR Cയിലെ എല്ലാ പിന്നിലേക്കും 1 റൈറ്റ് ചെയ്യും. അതിന് പകരം നമുക്ക് D3 എന്ന് പറഞ്ഞ പിന്ന് മാത്രം 1 ആക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ആ പോർട്ടിൽ ആ പിന്ന് മാത്രം ഔട്ട്പുട്ട് മോഡിലാവും, ബാക്കി 7 പിന്നും പണ്ട് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ ബിറ്റിനെ മാത്രം 1 ആക്കാനുള്ള ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ DDR Cയിലെ മൂന്നാമത്തെ പിന്ന് D3 എന്ന് പറഞ്ഞ പിന്നിനെ 1 ആക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. DDR C equal to DDR C or 1 left shift 3. അപ്പോൾ നമ്മൾ പോർട്ട് സിയിലെ തേർഡ് പിന്ന് ഔട്ട്പുട്ട് മോഡിലാവും. ആ ഒരു പിന്ന് മാത്രം ഔട്ട്പുട്ട് മോഡിലാണ്. ആ ഒരു പിന്ന് മതി നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യണം. അപ്പോൾ ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഒരു ഫോർ ലൂപ്പ് കൊടുക്കാം. ഫോർ I equal to 0, I less than 8. 8 ബിറ്റാണുള്ളത്. then I less than 8, I പ്ലസ് പ്ലസ്. ലൂപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം കമ്പയർ ചെയ്യാം. ഇഫ് എന്താ നമ്മൾ കമ്പയർ ചെയ്യുന്നത്? ലോജിക്ക് നമ്മൾ എന്താ പറഞ്ഞത്? ഈ അവസാനത്തെ ബിറ്റ്, അതായത് ഈ 8 ബിറ്റ് ഡാറ്റ ഉണ്ടാവും, അല്ലെങ്കിൽ ലാസ്റ്റ് ബിറ്റ് 1 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ പോർട്ട് സിയിലെ മൂന്നാമത്തെ പിന്നിനെ 1 ആക്കണം. ലാസ്റ്റ് ബിറ്റ് 0 ആണെങ്കിൽ എന്ത് ചെയ്യും? പോർട്ട് സിയിലെ മൂന്നാമത്തെ പിന്നിനെ 0 ആക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ഇഫ് വെച്ചിട്ട് കൊടുക്കുക. ഇഫ് ഡാറ്റ ആൻഡ് 0x01. അതായത് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 55 എന്ന് പറഞ്ഞ നമ്പർ, ആ 55നെ നമ്മൾ 1 വെച്ചിട്ട് ആൻഡ് ചെയ്യുക, ആൻഡ് ഓപ്പറേഷൻ നടക്കുക. ആൻഡ് അപ്പോൾ 1 വെച്ചിട്ട് ആൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1 വെച്ചിട്ട് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ ഡാറ്റ. അപ്പോൾ നേരത്തെ നമ്മളിവിടെ കണ്ടതാണ്. ഇവിടെ ഇപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ ഈ പൊസിഷനിൽ 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്ത് വെച്ചത്? ഈ 1 വെച്ചിട്ട് ആൻഡ് ചെയ്തത്. അതായത് ഇപ്പോൾ 55 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 55 എന്ന് പറഞ്ഞാൽ 0 1 0 1 0 1 0 1 ഇതാണ് 55. ആ 55നെ നമ്മൾ എന്ത് ചെയ്യും? ഈ 1 വെച്ചിട്ട് ആൻഡ് ചെയ്യും. 1 ഹെക്സാഡെസിമലിൽ 0 1 0 1 എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ 0 1 എന്ന് പറഞ്ഞാൽ 0 0 0 0 0 0 0 1. ഇതാണ് 1 എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. ഓക്കെ, ഈ 55 എന്ന് പറഞ്ഞ നമ്പർ. 1 എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആൻഡ് ചെയ്യുക. ആൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ആൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 0 ഉള്ള പൊസിഷനിലൊക്കെ ഇവിടെ 0 ആയി പോകും. ലാസ്റ്റ് ബിറ്റ് ഇവിടെയും 1ഉം, ലാസ്റ്റ് ബിറ്റ് ഇവിടെ 1 ആണ്, ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. അപ്പോൾ രണ്ട് 1നെ ആൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെയാണ് കിട്ടുക. 0 0 0 0 0 0 0 1. ഈ സെയിം സാധനം തന്നെയാണ് നമുക്കതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ ഈഫിൻ്റെ ബ്രാക്കറ്റിൽ എന്തായി? ഈഫിൻ്റെ ബ്രാക്കറ്റിൽ ഈ ഡാറ്റയാണ് വരിക, ഈ ഡാറ്റ. അപ്പോൾ ഈഫിൻ്റെ ബ്രാക്കറ്റിൽ ഈ ഡാറ്റ എന്ന് പറഞ്ഞാൽ എത്ര? 0 0 0 0 1 എന്ന് പറഞ്ഞാൽ ഈഫ് 1 എന്നാവും. ഓക്കെ, ഈഫ് ബ്രാക്കറ്റിൽ 1. ഈഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ? ഈഫ് കണ്ടീഷൻ ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ ആ ഈഫ് കണ്ടീഷൻ ട്രൂ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ഡാറ്റേൻ്റെ ലാസ്റ്റ് ബിറ്റ് 1 ആണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് ബിറ്റ് 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പോർട്ട് സിയിലെ മൂന്നാമത്തെ പിന്നിനെ എന്താക്കും? 1 ആക്കും. ഓക്കെ, അപ്പോൾ ആ ഈഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ഒരു ഈഫിൻ്റെ ലൂപ്പ് കൊടുക്കാം. ആ ഈഫിൻ്റെ ബ്രാക്കറ്റിൽ ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പോർട്ട് സിയിലെ മൂന്നാമത്തെ പിന്നിന് 1 ആക്കണം. അപ്പോൾ നമ്മളിവിടെ പോർട്ട് സി ഈക്വൽ ടു പോർട്ട് സി ഓർ ബ്രാക്കറ്റിൽ 1 ലെഫ്റ്റ് ഷിഫ്റ്റ് 3. പോർട്ട് സിയിൽ അപ്പോൾ സെറ്റ് D3
3 ഓഫ് പോർട്ട് സി ടു 1. അതായത് ഇവിടെ ലാസ്റ്റ് ബിറ്റ് 1 ആണ്. ലാസ്റ്റ് ബിറ്റ് 1 ആയതുകൊണ്ട് നമുക്ക് പോർട്ട് സിയിലെ മൂന്നാമത്തെ ബിറ്റിനെ 1 ആക്കാനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത്. ഓക്കെ, ഇനി അതല്ല ഇവിടെ ഇപ്പോൾ 0 ആണെന്ന് വിചാരിച്ചോ. ഇവിടെ 0 ആണെങ്കിൽ എന്താ, സപ്പോസ് ഈ ലാസ്റ്റ് ബിറ്റ് 0 ആയിരുന്നു എന്ന് വിചാരിച്ചോ. ഇങ്ങനെയായിരുന്നു, ലാസ്റ്റ് ബിറ്റ് 0 ആണ്. ഓക്കെ, അപ്പോൾ 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ആൻഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ 0യും 1ഉം കൂടി നമുക്ക് ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 0 1 വെച്ചിട്ട് തന്നെയാണ് എപ്പോഴും നമ്മൾ ആൻഡ് ചെയ്യുക. അപ്പോൾ ഈ പൊസിഷനിൽ 0 ആണെങ്കിൽ ഇവിടെ 1 ആണെങ്കിൽ എന്ത് ചെയ്യും, 1ഉം 0യും ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ പൊസിഷൻ എന്തായി പോകും, 0 ആയി പോകും. അപ്പോൾ നമുക്ക് ഈഫിൻ്റെ ബ്രാക്കറ്റിൽ എന്ത് വരും, 0 വരും. അപ്പോൾ ഈഫിൻ്റെ ബ്രാക്കറ്റിൽ 0 എന്ന് പറഞ്ഞാൽ എന്താ, ഈഫ് കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ നേരെ എൽസിലേക്ക് വരും. അപ്പോൾ ഈഫ് കണ്ടീഷൻ ഫോൾസ് ആവുന്നത് എപ്പോഴാണ്, ഈ ലാസ്റ്റ് ബിറ്റ് 0 ആകുമ്പോഴാണ്. അപ്പോൾ ആ ലാസ്റ്റ് ബിറ്റ് 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പോർട്ട് സിയിലെ മൂന്നാമത്തെ പിന്നിനെ 0 ആക്കും. ലാസ്റ്റ് ബിറ്റ് 1 ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ പോർട്ട് സിയിലെ മൂന്നാമത്തെ പിന്നിനെ 1 ആക്കും. അപ്പോൾ അത് നമ്മൾ ഈഫിൻ്റെ എൽസ് പോർഷനിൽ എഴുതാം. ഈഫിന് ഇവിടെ ബ്രാക്കറ്റ് വേണമെന്ന് നിർബന്ധമില്ല, ജസ്റ്റ് ഒരു സിംഗിൾ ലൈനേ നമുക്ക് അതിനകത്ത് എഴുതാനുള്ളൂ. ഓക്കെ, അപ്പോൾ എൽസ് പോർട്ട് സിയിലെ മൂന്നാമത്തെ പിന്നിന് നമുക്ക് 0 ആണ് ആക്കേണ്ടത്. 0 ആക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു, ഒരു പിന്നിനെ 0 ആക്കാനുള്ള നമുക്കറിയാം, പോർട്ട് സി ഈക്വൽ ടു ഇവിടെ ഓറിന് പകരം ആൻഡ് എന്നായിരിക്കും ഉണ്ടാവുക. ഇവിടെ 1 ലെഫ്റ്റ് ഷിഫ്റ്റ് 3ക്ക് പകരം അതിന് കോംപ്ലിമെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇത്രയുള്ള വ്യത്യാസം. കോംപ്ലിമെൻ്റ് ഓഫ് 1 ലെഫ്റ്റ് ഷിഫ്റ്റ് 3. ആൻഡ് ഓപ്പറേഷൻ നടത്താം. ആൻഡ് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ D3 ഓഫ് പോർട്ട് സി ടു 0. പോർട്ട് സിയിലെ മൂന്നാമത്തെ പിന്നിനെ 0 ആക്കാണ്, ഇത് പോർട്ട് സിയിലെ മൂന്നാമത്തെ പിന്നിനെ 1 ആക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ലാസ്റ്റ് ഈ ഒരു ബിറ്റിനെ ചെക്ക് ചെയ്തു. അടുത്തത് ഈ ബിറ്റിനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, ഇതിനെ ഒന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ബിറ്റ് ഔട്ടായി പോകും. ഓക്കെ, അടുത്ത LSB ആയിട്ട് എന്ത് വരും, ആ 1 വരും. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു 0 വരും. അടുത്തത് നമ്മൾ ഈ ബിറ്റിനാണ് ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ ആ ബിറ്റിനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ പിന്നെ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അത് പോവും, ഇവിടെ നമ്മൾ ഒരു 0 ഇട്ട് കൊടുക്കും. അങ്ങനെ ഓരോ പ്രാവശ്യവും ഇതിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നമുക്ക് ഇവിടെ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ എഴുതണം. ഇവിടെ ഷിഫ്റ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം, ഡാറ്റ ഈക്വൽ ടു ഡാറ്റ റൈറ്റ് ഷിഫ്റ്റ് 1. അപ്പോൾ ഓരോ പ്രാവശ്യവും LSBനെ ചെക്ക് ചെയ്യും. അത് 1 ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും, 0 ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം അതിനെ ഷിഫ്റ്റ് ചെയ്യും. പിന്നെ ഇത് ഫോർ ലൂപ്പാണ്. അപ്പോൾ ആ ലൂപ്പ് 8 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. 8 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ കംപ്ലീറ്റ് ഡാറ്റ 8 ബിറ്റിനെ നമുക്ക് സെൻഡ് ചെയ്ത് കംപ്ലീറ്റ് ആവും. ഓക്കെ, നമുക്ക് ഫോർ ലൂപ്പിൻ്റെ ഒരു ബ്രാക്കറ്റും കൂടെ അവിടെ വേണം. റെഡി. ഫോർ ലൂപ്പ് നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്ത് ലൂപ്പിനകത്ത് ഒരു ഈഫ് കൊടുത്ത് നമ്മൾ കമ്പയർ ചെയ്ത് കമ്പാരിസനനുസരിച്ചിട്ട് ഡാറ്റ റൈറ്റ് ചെയ്തു. അപ്പോൾ ഓരോ പ്രാവശ്യം ഡാറ്റ റൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. ഇപ്പോൾ ലൂപ്പ് 8 പ്രാവശ്യമാണ് വർക്ക് ചെയ്യുക. അപ്പോൾ 8 പ്രാവശ്യം ഡാറ്റ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 8 ബിറ്റ് നമ്മൾ സെൻഡ് ചെയ്ത് കഴിയും. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഡാറ്റനെ സീരിയലായിട്ട് സെൻഡ് ചെയ്യാനുള്ള പ്രോഗ്രാം. ഇത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു വെരി മച്ച്.